നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബ്രെഡൊക്കെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 സ്ലൈസൊക്കെ വാങ്ങിയിട്ട് ഇതുകൊണ്ട് എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചിക്കില്ലേ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ശരിക്കും ഒരു പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നും, മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ചീസും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, സൂപ്പർ സ്നാക്ക് തന്നെ പറയാൻ പറ്റും. നമുക്കധികം പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാല് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എന്താ പറയുക ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കൂലേ അതുണ്ട്, പിന്നെ ഇത് ചീസാണ് കേട്ടോ. ഗ്രേറ്റഡ് ചീസോ അല്ലെങ്കിൽ ഡൈസ്ഡ് ആയിട്ടുള്ള ചീസോ ഏതെങ്കിലും കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ സോസ് എടുക്കുന്നുണ്ട് കുറച്ച്. അതിപ്പം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുത്താലും മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഭാഗം നമുക്ക് ഒഴിവാക്കാം, പക്ഷെ ഞാനതും കൂടെ ചേർത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറെ മാറ്റാം, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് പൊട്ടിച്ച് ഇതിലേക്ക് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടയൊന്നും ആവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പം ബട്ടർ പറയാൻ മറന്നുപോയി. ബട്ടറാണ് നല്ലത്, ഓയിലും കുഴപ്പമില്ല. നമ്മൾ മുറിച്ച് ഇങ്ങനെ വെക്കുകയാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ആവേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഒന്ന് നല്ലതായിട്ടുണ്ടാവുക കേട്ടോ. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് തിരിച്ചിടുമ്പോൾ ഇല്ല, നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം, കാരണം ഓരോ സ്റ്റവിലും ഓരോ വിധത്തിലായിരിക്കും. പിന്നെ വേറൊരു മെത്തേഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കായപ്പോളയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഇതുണ്ടാവില്ല, ദോശത്തട്ടിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കണം, ടൈമിൻ്റെത് പെൻ്റെ ഒരു സമയം ആവണമെന്നില്ല, അതൊന്ന് നോക്കണം. അപ്പോൾ നമ്മൾ സോസൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ ചീസാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെന്നറിയാം, കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ഇതിപ്പം വേണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ കാണുമ്പോഴൊക്കെ ഒരു രസം. പിന്നെ ഇത്തിരി എരിവ് വേണം, അപ്പോൾ അതിന് കുരുമുളക് കൂട്ടിയാലും മതി കേട്ടോ. ആ ഒരു 1/4 ടീസ്പൂൺ പറഞ്ഞത് കുറച്ച് കൂട്ടിയാലും മതി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് വീണ്ടും അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ
വേവിച്ചെടുക്കുകയാണ്. ആ ഒരു ഭാഗമാവുന്നത് ഏതാണ്ട് ഒരു 2 മുതൽ നമ്മൾ ആ ഫ്ലെയിം അനുസരിച്ച് ഒരു 4 മിനിറ്റ് വരെ ആണ് വേണ്ടത് നോക്കിയിട്ട് കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് ഓളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ആ ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിടിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബ്രെഡിൻ്റെ സ്ലൈസസ് ഒക്കെ ബാക്കി വരുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.